ഹലോ. പിന്നെ നമ്മൾ കൊച്ചിയിൽ നിന്ന് എല്ലാം വിട പറഞ്ഞു കേട്ടൊന്ന്. കൊച്ചിയിൽ നിന്ന് വിട പറഞ്ഞ് ട്രിവാൻഡ്രം റൂട്ടിലേക്ക് കയറിയതായിരുന്നു. അപ്പം ഇങ്ങനെ ലക്ഷ്യം ഓരോരോ രീതിയിലാണല്ലോ പോവുക. നമ്മളെ മൂഡ് ഓരോരോ ഘട്ടം മാറിക്കൊണ്ടിരിക്കുമല്ലോ. ലക്ഷ്യമില്ലാത്ത യാത്ര ആയതുകൊണ്ട് നമ്മൾ ഇനി നേരെ മീശപ്പുലിമല പോയാലോ എന്നൊരു ആഗ്രഹം. മീശപ്പുലിമല ട്രക്കിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പിന്നെ പോകാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അപ്പം മീശപ്പുലിമല പോയാൽ മീശപ്പുലിമല കയറാൻ പറ്റൂല, അവിടെ ഫോറസ്റ്റിൻ്റെ പെർമിഷൻ വേണമല്ലോ. അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാണ് വേണ്ടത്. ഞാൻ ഓൺലൈൻ വഴി നോക്കിയിട്ടില്ല, എന്തായാലും അവിടെ പോയിട്ട് നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വെച്ച ക്യാമ്പ് സൈറ്റുകളുണ്ട്. അപ്പോൾ ചിലപ്പം ആ രീതിയിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അവരോട് ഫോറസ്റ്റുകാരോടൊന്ന് കാര്യങ്ങളൊക്കെ പറയാം, നമ്മളെ യാത്ര ഇങ്ങനെ ഒരു യാത്രയാണ്, ഒരാൾക്കുള്ള ചാൻസ് തരുമോ എന്ന് ചോദിക്കാം. പോയി നോക്കാം. പിന്നെ ഫുഡ് ഉണ്ടാക്കലൊന്നും തുടങ്ങിയിട്ടില്ല. ഒന്ന് ഇവിടെ നിന്നിട്ട് റൂട്ട് നമ്മളെ നാട്ടിൽ നിന്നൊന്ന് ചെറുങ്ങനെ റൂട്ടിൽ കയറിയിട്ട് കിച്ചൺ വർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മളൊന്ന് റൂട്ടിലാവേണ്ടിയുണ്ടല്ലോ. അപ്പം യാത്രകൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ പോണ്. ഇതുവരെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ 2ാമത്തെ ദിവസമാണിന്ന്. അപ്പം മീശപ്പുലിമല കാണാനൊരാഗ്രഹം അങ്ങനെ വന്നു. ഒരു ട്രക്കിങ്, നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും നല്ലൊരു ട്രക്കിംഗ് ഒക്കെ ചെയ്താൽ. അപ്പം അവിടെ പോയി നോക്കാം എന്നിങ്ങനെ കരുതി മീശപ്പുലിമല ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. അവിടെ ഒന്ന് പോയിട്ട് അടിച്ചു പൊളിക്കാം. എങ്ങനെയുണ്ട്? ഇന്ന് അവിടെ കൂടാന്ന് വെച്ച് ഇന്നത്തെ നൈറ്റ് ക്യാമ്പ്. അവിടെ പോയാലും അറിയട്ടോ, നമുക്ക് കിട്ടണ്ടേ, ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സംഗതിയാണ്. അവിടെ പോയാലറിയാം കിട്ടുമോ കിട്ടൂലെന്ന്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള യാത്രകളും നല്ല നല്ല ഏരിയ കൂടിയാണ് അങ്ങോട്ട് പോകുന്ന യാത്ര വരുന്നത്. അപ്പോൾ അതുമൊക്കെ ഒന്ന് കണ്ടങ്ങനെ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു ഇന്നത്തേത്. അപ്പം നമ്മളിതാ മൂന്നാർ എത്താറായി. മൂന്നാറിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാർ എത്തിയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നേരെ മീശപ്പുലിമല പോകണം. അവിടെ പോയി നമുക്ക് മീശപ്പുലിമല കയറാൻ പറ്റുമോ കൺഫേം അല്ല കേട്ടോ, അത് നമ്മൾ പോയി നോക്കാന്നുള്ളൂ. അവിടെ എത്തിയതിൻ്റെ ശേഷം അറിയാം കയറാനുള്ള എൻട്രി കിട്ടുമോ കിട്ടൂലേ എന്നുള്ളത്. ഓരോ കൈയും കാലും പിടിച്ചു നോക്കുക, അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്രയുള്ളൊരു ഗുണം. എന്താ അറിയോ, ഇപ്പം കണ്ടില്ലേ, ഞാൻ ട്രിവാൻഡ്രം പോകണമെന്ന് വിചാരിച്ച ആളാണ്. അവിടെ പോയി അവിടുന്ന് കന്യാകുമാരി പോയി അങ്ങനെ പോകണമെന്ന് വിചാരിച്ച ആളാണ്. ഇപ്പം പെട്ടെന്ന് എനിക്ക് മീശപ്പുലിമല പോകണമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നി. എൻ്റെ റൂട്ട് നേരെ മൂന്നാർ മീശപ്പുലിമല ആക്കി. അപ്പോൾ തീരുമാനങ്ങൾ നമ്മൾ സ്വയം ഒറ്റയ്ക്ക് തീരുമാനിക്കുക. അതാണ് സോളോ റൈഡിനുള്ളൊരു ഗുണം. നമുക്ക് തീരുമാനിക്കുക നമ്മൾ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടെന്ന്. എൻ്റെ പ്രത്യേകിച്ച് പറയാച്ചാൽ എൻ്റെ ഈ യാത്ര കണ്ടില്ലേ, ഒരു സ്ഥലത്തേക്കൊന്നും ഞാനൊന്നും എവിടേക്കുള്ളതും ഫിക്സ് ചെയ്തിട്ടില്ല. തനിച്ച് അങ്ങോട്ട് വിടുക, അതന്നെ അടിപൊളി. അങ്ങോട്ട് പോകുക തന്നെ. നമുക്ക് എവിടേക്കാണത് തോന്നുന്നത്, നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ കണ്ട് ചെയ്യുക. യാത്രകളിൽ നിർത്തണം. ഇപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഉച്ചയായാലും എനിക്ക് 2 മണിക്ക് ഇങ്ങനെ ഒരു ഉറക്കം ഇങ്ങനായിരുന്നു തോന്നി. ഞാൻ ആ വേഗം മരത്തിൻ്റെ ചുവട്ടിലാണ് നിർത്തി 10 മിനിറ്റ് ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷേ ആ ഉറക്കിൻ്റെ ഒരു പിച്ച് അപ്പം തന്നെ പോയി. അപ്പം തന്നെ ഒരു മരത്തിൻ്റെ മേലിൽ സൈഡാക്കി ഒരു 10-15 മിനിറ്റ് ഉറങ്ങിയിട്ടുണ്ടാവും. അതൊരു പ്രത്യേക സുഖമാണ്. നമുക്ക് തീരുമാനങ്ങൾ തനിച്ചെടുക്കാൻ പറ്റുന്നത്. അപ്ഡേഷന് ഇടാൻ വൈകിയതിനൊന്നും തോന്നണ്ട. നെറ്റ് ഒരു റേഞ്ച് പ്രശ്നം ഉണ്ടായിരുന്നു, ഫോണിൽ നെറ്റ് തീർന്നു പോയി, വൈഫൈ കണക്ഷൻ വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ടൈമിങ്. എന്തായാലും നമ്മളെ യാത്ര ബ്ലോക്ക് ഉണ്ട്. മൂന്നാർ റോഡ് പണിയാണ്. ഇത് ഒരുപാടായി ഇവിടെ റോഡ് പണി തുടങ്ങിയിട്ട്. താഴെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 1-1.5-2 കൊല്ലമാകുമ്പോഴത്തേനൊക്കെ തീരെയിരിക്കും. അപ്പോൾ വേണമല്ലേ, താഴെ ഒരു ബ്രിഡ്ജിൻ്റെ പണി നടക്കുന്നുണ്ട്. നമ്മളെ മൂന്നാറിലേക്ക് വരുമ്പോഴുള്ള ഒരു ഓർമ്മകൾ പോകും. പുതിയ ബ്രിഡ്ജ് വരുന്നുണ്ട്, ആർച്ച് തന്നെ വീതി കൂടിങ്ങാണ്ടുള്ള ബ്രിഡ്ജാണ് വരുന്നത്. ഇപ്പം മൂന്നാർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ, നമ്മളെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഉണ്ടല്ലോ ബ്രിഡ്ജ്. അപ്പം അങ്ങനെ പോകണം. അടിമാലി എത്തിയിട്ടില്ല. അടിമാലി കഴിഞ്ഞ് മൂന്നാർ കയറണം. അടിമാലിയിൽ നിന്ന് ഫുഡ് കഴിക്കാം, മൂന്നാറെന്നല്ല, അടിമാലിയിൽ നിന്ന് ഫുഡ് കഴിക്കാം. ഓക്കെ. അപ്പം അങ്ങനെയാണ് നമ്മളെ യാത്ര പോകുന്നത് കേട്ടോ. എല്ലാം വിചാരിച്ച മാതിരി കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ.
ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ പെട്ടിമുടി എന്ന് പറഞ്ഞ മല കേട്ടോ. ഇത്രയും ടോപ്പിലാണ് മല, അടിപൊളി മല. അങ്ങനെ പോവാ. റോഡ് പണി നല്ല നടക്കുന്നുണ്ട്. ചെക്ക് പോസ്റ്റ് ഒന്നും കാണുന്നില്ല. കഴിഞ്ഞത് RTO ആയിരുന്നു. തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. ഇതാണ് പോലീസ് ചെക്ക് പോസ്റ്റ്. തമിഴ്നാട് പോലീസ് ചെക്ക് പോസ്റ്റ്. வீட்டில் இந்த மாதிரி கூட்டி போயால் முடியாது. ஜாலியாக அது ஃப்ரீயாக இருக்கணும். இது அவருக்கு இது இந்த மாதிரி போகும் அவ்வளோ யாருக்கு பிரச்சனை வரும். ശരിയല്ലേ? അല്ല അന്ത മാതിരിയല്ല, അവർക്ക് യാത്ര പണതുക്ക് ഇഷ്ടാക്കാതെ. ഒരു ഫോട്ടോ എടുക്കുന്നത്. இந்த மாதிரி ஸ்டிக்கரும் இங்கே வச்சா போதும் சார். இது இருக்கு இங்கே தான் லாஸ்ட் இங்கே. ஓகே ரைட் ரைட். താങ്ക് യു സാർ. താങ്ക് യു. തമിഴ്നാട് എൻട്രി സാറ്. സാർ പേര് என்ன? രമേശ്. ഓക്കെ. ഉങ്ങളെ പേര്? താങ്ക് യു. ഒരു സെൽഫി